കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസിനെതിരെ SFI രംഗത്ത് വരികയാണ്. ഏകപക്ഷീയമായ നിലപാട് പോലീസ് സ്വീകരിച്ചു, KSUവിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചു എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? സൂരജ്, TK മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി-സോൺ കലോത്സവത്തിലെ പോലീസ് ഇടപെടലിലാണ് ഇപ്പോൾ SFI മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നും KSUവിന് അനുകൂലമായ നിലപാടെടുത്തുവെന്നുള്ളതാണ് SFI പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഈ കലോത്സവം നടക്കുന്നതിനിടയിൽ SFI പ്രവർത്തകരെ മർദ്ദിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. പിന്നീട് ഈ KSU ജില്ലാ പ്രസിഡന്റ് അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഈ മാള ടൗണിൽ എത്തിച്ച ശേഷം ഇവർക്ക് ആംബുലൻസിൽ രക്ഷപ്പെടാൻ ഒരുക്കി കൊടുത്തുവെന്ന ആരോപണമാണ് SFI ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ KSU നേതാക്കൾക്കടക്കം, അതായത് ഈ SFI കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറിയുടെ തലക്കടക്കം ഗുരുതരമായി മർദ്ദിച്ച ഈ KSU നേതാക്കൾക്ക് രക്ഷപ്പെടാൻ സൗകര്യം ഒരുക്കി നൽകിയത് പോലീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് SFI പരാതിയുടെ ഭാഗമായി ഉയർത്തുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ചയിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ SFI മുഖ്യമന്ത്രിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഈ ആംബുലൻസിൽ KSU നേതാക്കൾക്ക് രക്ഷപ്പെടാൻ പോലീസ് തന്നെ സൗകര്യമൊരുക്കുന്നതിന്റെ CCTV ദൃശ്യമടക്കം പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്ക് SFI ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എറണാകുളം തൃപ്പൂണിത്തുറയിൽ സീനിയർ വിദ്യാർത്ഥികളുടെ റാങ്കിങ്ങിനെ തുടർന്ന് 15-കാരൻ മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത സംഭവം അത് പ്രേക്ഷകർക്കറിയാം. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്.